നമസ്കാരം. ആഭ്യന്തര ഇരുചക്ര വാഹന ബ്രാൻഡായ TVS മോട്ടോഴ്സിന് വിൽപ്പനയിൽ മികച്ച വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് 2024 ഏപ്രിലിൽ കമ്പനി 3,83,615 യൂണിറ്റുകൾ വിറ്റഴിച്ചിരുന്നു. 2025 ഏപ്രിലിൽ ഇത് 4,43,896 യൂണിറ്റായി വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ കമ്പനി 60,281 യൂണിറ്റുകൾ അധികം വിറ്റിരിക്കുന്നു. ഈ കാലയളവിൽ കമ്പനിയുടെ ഇരുചക്ര വാഹന വിൽപ്പനയിൽ 15% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 2024 ഏപ്രിലിൽ കമ്പനി 3,74,592 യൂണിറ്റുകൾ വിറ്റഴിച്ചു. അത് 2025 ഏപ്രിലിൽ 4,30,330 യൂണിറ്റായി വർദ്ധിച്ചു. ആഭ്യന്തര വിൽപ്പനയിൽ കമ്പനിക്ക് 7% വളർച്ച ലഭിച്ചു. 2024 ഏപ്രിലിൽ ഇത് 3,01,449 യൂണിറ്റുകൾ വിറ്റഴിച്ചിരുന്നു. അതേസമയം 2025 ഏപ്രിലിൽ കമ്പനിയുടെ ആഭ്യന്തര വിൽപ്പന 3,23,647 യൂണിറ്റായി വർദ്ധിച്ചു. ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ കമ്പനിക്ക് 59% വളർച്ച ലഭിച്ചു. 2024 ഏപ്രിലിൽ കമ്പനി 17,403 യൂണിറ്റുകൾ വിറ്റഴിച്ചു. അത് 2025 ഏപ്രിലിൽ 27,684 യൂണിറ്റായി വർദ്ധിച്ചു. മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ കമ്പനി 17% വളർച്ച രേഖപ്പെടുത്തി. 2024 ഏപ്രിലിൽ കമ്പനി 1,88,110 യൂണിറ്റുകൾ വിറ്റഴിച്ചു. അത് 2025 ഏപ്രിലിൽ 2,20,527 യൂണിറ്റായി വർദ്ധിച്ചു. അതേപോലെ സ്കൂട്ടർ വിൽപ്പനയിൽ 18% വളർച്ചയും രേഖപ്പെടുത്തി. 2024 ഏപ്രിലിൽ 1,44,126 യൂണിറ്റുകൾ വിറ്റഴിച്ചപ്പോൾ 2025 ഏപ്രിലിൽ ഇത് 1,69,741 യൂണിറ്റായി വർദ്ധിച്ചു. ഇനി കമ്പനിയുടെ കയറ്റുമതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം കയറ്റുമതിയിൽ 45% വർധനവാണ് ഉണ്ടായത്. വിൽപ്പന 2024 ഏപ്രിലിൽ 80,508 യൂണിറ്റുകളിൽ നിന്ന് 2025 ഏപ്രിലിൽ 1,16,880 യൂണിറ്റുകളായി വർദ്ധിച്ചു. ഇരുചക്ര വാഹന കയറ്റുമതി 46% വളർച്ച രേഖപ്പെടുത്തി. വിൽപ്പന 2024 ഏപ്രിലിൽ 73,143 യൂണിറ്റുകളിൽ നിന്ന് 2025 ഏപ്രിലിൽ 1,06,683 യൂണിറ്റുകളായി വർദ്ധിച്ചു. കമ്പനിയുടെ മുച്ചക്ര വാഹനങ്ങൾ 50% വളർച്ച രേഖപ്പെടുത്തി. 2024 ഏപ്രിലിൽ 9,023 യൂണിറ്റുകളിൽ നിന്ന് 2025 ഏപ്രിലിൽ 13,566 യൂണിറ്റുകളായി വിൽപ്പന വർദ്ധിച്ചു. കമ്പനിയുടെ ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ ഗണ്യമായ വളർച്ചയാണ് ഉണ്ടായത്. 2025 ഏപ്രിലിൽ ഇലക്ട്രിക് വാഹന വിൽപ്പന 27,684 യൂണിറ്റിലെത്തി. കഴിഞ്ഞ വർഷം ഇത് 17,403 യൂണിറ്റ് ആയിരുന്നു. ഇത് ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ 59% വർധനവിനെ കാണിക്കുന്നതാണ്. ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ കൂടുതൽ ഫാൻസ് ഉള്ള മോഡലുകളിൽ ഒന്നാണ് TVS iQube. വന്ന കാലം മുതൽ ഇന്ന് വരെ അധികം ചീത്തപ്പേരുകൾ ഒന്നും കേൾപ്പിക്കാതെ മുൻപോട്ട് പോകുന്ന EV കാലത്തിനൊത്ത് കിടിലമാവുന്നതല്ലാതെ ഇതുവരെയും മോശമാക്കിയിട്ടില്ലെന്ന് വേണം പറയാൻ. പെട്രോൾ സ്കൂട്ടർ രംഗത്ത് ഹോണ്ട ആക്ടിവയ്ക്കെതിരെ TVS ജൂപ്പിറ്റർ നേടിയെടുത്ത അതേ ഇമേജാണ് ഇപ്പോൾ ഓല അരങ്ങുവാഴുന്ന ബാറ്ററി രംഗത്ത് iQube സമ്പാദിച്ചിരിക്കുന്നത്. TVS iQube 2.2 കിലോവാട്ട്, 3.4 കിലോവാട്ട് എന്നിങ്ങനെ ഉൾപ്പെടെ 2 വേരിയന്റുകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതിലെ എൻട്രി ലെവൽ വേരിയന്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത്. 2.2 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് TVS iQube-നെ 2 മണിക്കൂർ 45 മണിക്കൂറിനുള്ളിൽ 0 മുതൽ 80% ചാർജിംഗ് സമയം നേടാൻ അനുവദിക്കും. പൂർണ്ണമായി ചാർജ് ചെയ്താൽ ഈ ബാറ്ററി പാക്ക് ഏകദേശം 75 കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുവെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. 4.4 കിലോവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാനാവുന്ന മോട്ടോറാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 140 Nm വരെ പീക്ക് ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.